പല പ്രാവശ്യവും നാട്ടിൽ പോയെങ്കിലും നാട്ടിൽ പോയിട്ട് ഇതുവരെ കയറാത്തൊരു സാധനത്തിൽ ഈ പ്രാവശ്യം കയറി കേട്ടോ. മറ്റൊന്നുമല്ല, ഈ ഒരു സാധനത്തിൽ നമ്മുടെ ഓട്ടോയിൽ അങ്ങോട്ട് നോക്കി ആ ഓട്ടോയുടെ അകത്തൊട്ടിച്ചേക്കുന്ന സ്റ്റിക്കറും എൻ്റെ ഡ്രസ്സിനും ഒരേ കളറല്ലേന്ന്. എന്താ മാച്ചിങ് അല്ലേ ഇതിപ്പോൾ. ആ ഓട്ടോയ്ക്ക് ഒട്ടിച്ച സ്റ്റിക്കർ മിച്ചം വന്നിട്ട് ആ തുണി കൊണ്ട് ഞാൻ ഉടുപ്പ് തയ്പ്പിച്ച പോലെ ആയിപ്പോയല്ലേ. എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല, എന്നാലും വേണ്ടില്ല. പക്ഷേ ഓട്ടോയെ കയറിയപ്പോഴത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീലിങ്സ് കേട്ടോ, പണ്ടത്തെ നൊസ്റ്റുമൊക്കെ ഇങ്ങനെ കയറി വന്നു. എത്ര വർഷം കൂടിയാണെന്നറിയാം ഓട്ടോയെ കയറുന്നത്. ശരിക്കും നമ്മൾ പള്ളിക്കത്തോട് വരെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പോയതാണേ. തിരിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ വണ്ടി കാണുന്നില്ല. നമ്മുടെ കസിൻ വണ്ടി എടുത്തുകൊണ്ട് എങ്ങാണ്ടോട്ടോ പോയി. പിന്നെ നമ്മൾ നോക്കി നിന്നൊന്നുമില്ല. ഓട്ടോ എങ്കിൽ ഓട്ടോയും പിടിച്ച് നമ്മൾ നേരെ വന്ന് നമ്മുടെ ആനിക്കാട്ട് പള്ളിയിലാണേ. കണ്ടോ അവിടുത്തെ പള്ളിമേടയൊക്കെ കണ്ടോ, എന്താ പണ്ടത്തെ ഒരു ബിൽഡിംഗ് അല്ലേ, എന്താ പ്രൗഢി. ആഹാ, ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുമല്ലേ. ഇതാണ് ആനിക്കാട് പള്ളിയും പള്ളിയുടെ പരിസരമൊക്കെ കേട്ടോ. ഞങ്ങൾ സൺഡേ സ്കൂള്, ഞങ്ങൾ വേദപാഠം പഠിച്ച, ഞങ്ങൾ ഒന്നിച്ച് പള്ളിയിൽ പോയ ആ പള്ളിയും പള്ളിയുടെ പരിസരവും, പള്ളിയിൽ നിന്ന് ആ സ്കൂളൊക്കെ കാണാൻ കേട്ടോ. ഞാനും ജസ്റ്റിയും പഠിച്ച സ്കൂളിൻ്റെ കുറച്ച് ഭാഗം അങ്ങ് ദൂരെ. ഈ നിൽക്കുന്ന സ്കൂളിൻ്റെ ഭാഗമല്ല, നിൽക്കുന്നതാണ് എൻ്റെ സ്വന്തം മ്യാമൻ. അങ്ങനെ മ്യാമൻ്റെ ബൈക്കൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് അടിച്ച് മാറ്റിയാൻ പറ്റില്ല. ബൈക്കല്ല, സ്കൂട്ടർ അടിച്ച് മാറ്റിക്കൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നു വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ നേരെ കുടുംബത്തിൽ വന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പപ്പയുടെ ബ്രദർ, പപ്പയുടെ സിസ്റ്റർ, അവരുടെ ഫാമിലി എല്ലാവരും കൂടെ നമ്മൾ പൊതിച്ചോറ് പുറത്തു നിന്ന് വാങ്ങിച്ചു. കാരണം ഇത്രയും പേർക്ക് ഉച്ചയ്ക്ക് എന്ത് കഴിക്കാൻ വേണമെന്ന് ചോദിച്ചപ്പം എല്ലാവരും പറഞ്ഞു പൊതിച്ചോറ് മതിയെന്ന്. പൊതിച്ചോറെങ്കിൽ പൊതിച്ചോറ്. അങ്ങനെ നമ്മളെല്ലാവരും കൊണ്ടിരുന്ന് പൊതിച്ചോറ് കഴിച്ചു കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള ഇടയൊന്നും ആ ഡൈനിങ് ടേബിളേ ഇല്ലായിരുന്നു. ബാക്കിയുള്ളവർ ലിവിങ് റൂമിൽ പോയി കഴിച്ചു. ഞങ്ങൾ കുറച്ച് പേര് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചു. കാർന്നവന്മാരൊക്കെ ഡൈനിങ് ടേബിളിലും അത്ര കാർന്നവ സ്ഥാനത്തല്ലാത്തവർ ലിവിങ് റൂമിലും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കൊതിയും നുണയൊക്കെ പറഞ്ഞ് കുറേ വർത്തമാനങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞെങ്കിലും കൊതിയും നുണയും പറച്ചിൽ തീർന്നില്ല. അതങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ സിറ്റൗട്ടിൽ പോയിരുന്നു. ബാക്കി കണ്ടിന്യൂ ചെയ്തു. എന്നത് കൊതിയും നുണയും. അതല്ലേലും കുറേ ആൾക്കാർ കൂടി കഴിയുമ്പം എന്തോ ഒരു ലോകകാര്യങ്ങൾ പറയാൻ കാണുമല്ലേ. മുമ്പേ ഭക്ഷണം കഴിച്ചപ്പോൾ കാർന്നവന്മാരോടെ സീറ്റ് കിട്ടിയെങ്കിലും വർത്താനം പറഞ്ഞപ്പോൾ കാർന്നവന്മാരോടെ സീറ്റ് കിട്ടിയില്ലെന്നേ. ഞാൻ തറയായിപ്പോയി, വെറും തറ.